സമൂഹ മാധ്യമം വഴി എന്തും പടച്ചുവിടാമെന്നാണ് ചില വിരുദ്ധന്മാർ കരുതി വച്ചിരിക്കുന്നത്. വ്യാജ വാർത്ത ചമയ്ക്കൽ. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രം അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ അന്തരിച്ചെന്ന വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രം അധ്യക്ഷനായ മഹന്ത് നൃത്യഗോപാൽ അന്തരിച്ചെന്ന വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം മരിച്ചിട്ടില്ല എന്നും ആരോഗ്യവാനായി ഇരിക്കുന്നു എന്ന വ്യക്തതയുമായി ക്ഷേത്ര ഭാരവാഹി മഹന്ത് നയൻ ദാസ് രംഗത്ത് വന്നു. അത്യന്തം ദുഃഖകരമായ വാർത്ത. ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ് മഹന്ത് നൃത്യഗോപാൽ ദാസ് അന്ത്യശ്വാസം വലിച്ചിരിക്കുന്നു. ഓം ശാന്തി ഓം ശാന്തി എന്നാണ് പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നവയാണ് എന്നും ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം ഭക്തരോട് അഭ്യർത്ഥിച്ചു. മഹന്തിന്റെ മാധ്യമ വക്താവായ ശരത് ധർമ്മയും അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയതായി ദൈനിക് ജഗരൺ വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്തു. 5 ദിവസമായി അദ്ദേഹം അയോധ്യയിലെ മണിരാംദാസ് ചവാനയിൽ ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 1-ന് അമർ ഉജലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തയിൽ മഹന്ത് നൃത്യഗോപാൽ ദാസ് ആരോഗ്യവാനാണ് എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പുറത്തുവിട്ട പ്രസ്താവനയിലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറിച്ചുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും അത് തെറ്റുമാണ് എന്ന് അവർ പറയുന്നു. ഈ വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വെന്റിലേറ്ററിലുള്ള ഒരാൾക്ക് സമീപം തലകുനിച്ച് വണങ്ങി നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രത്തിൽ കാണാം. എന്നാൽ ചിത്രത്തിലുള്ളത് സ്വാമി സ്മരണാനന്ദജി മഹാജിയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 മാർച്ചിൽ അദ്ദേഹത്തെ കൊൽക്കത്തയിൽ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. നൃത്യഗോപാലിനെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി മൂത്രാശയ പ്രശ്നങ്ങളെയും ദഹന സംബന്ധമായ അസ്വസ്ഥതകളെയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗ്വാളിയാറിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ആരോഗ്യനിലയിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് ഇവിടെ എത്തിച്ചതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അയോധ്യ പ്രസ്ഥാനത്തിന്റെ സംഭവ ബഹുലമായ ചരിത്രത്തിൽ സുവർണ ശോഭയിൽ എഴുതിയ നാമമാണ് മഹന്ത് നൃത്യഗോപാൽ ദാസ്. 86-കാരനായ സന്യാസി ശ്രേഷ്ഠൻ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷനെന്ന നിലയിലാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിനു വേണ്ടി ജീവൻ ഉഴിഞ്ഞുവെച്ച മഹന്ത് പരമഹംസ രാമചന്ദ്രദാസിന്റെ പിന്മുറക്കാരനായാണ് നൃത്യഗോപാൽ ദാസ് ക്ഷേത്ര നിർമ്മാണ സമിതിയിൽ അധ്യക്ഷനായത്. ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അലസമായി നീട്ടി വളർത്തിയ ഇടയ്ക്കൊക്കെ ജട കെട്ടിയ മുടി, നെറ്റിയിൽ നിറയെ ചന്ദനം, സ്തുതികാരകന്റെ ശരീരഭാഷ, കണ്ണുകളിൽ ആഴത്തിലുള്ള തീക്ഷ്ണത. ശ്രീകൃഷ്ണന്റെ തേരാളി ശ്രീരാമൻ ക്ഷേത്രം നിർമ്മിക്കുന്നുവെന്ന് വിദേശ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച മഹന്ത് നൃത്യഗോപാൽ ദാസ് ഇതാണ്. 1984 മുതൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൽ സജീവമാണ് അദ്ദേഹം. 2006-ൽ രാമചന്ദ്രദാസ് പരമഹംസ അന്തരിച്ചപ്പോൾ അദ്ദേഹം രാമജന്മഭൂമി സന്യാസത്തിന്റെ തലവനായി ചുമതലയേറ്റു. നിലവിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിന്റെ തലവനാണ് അദ്ദേഹം. തകർത്തതെല്ലാം നിർമ്മിക്കുക തന്നെ വേണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുനർക്രമീകരണമാണ് ഇപ്പോൾ അയോധ്യയിൽ സംഭവിച്ചിരിക്കുന്നതും. മഹന്ത് നൃത്യഗോപാൽ ദാസിന്റെ നേതൃത്വത്തിൽ അഖണ്ഡതകളും ആരോഗ്യ നികേതനങ്ങളും ക്ഷേത്രങ്ങളും ഇതിഹാസ പഠന കേന്ദ്രങ്ങളും നിർമ്മിച്ചു. രാമായണ ഭവൻ, ശ്രീരംഗനാഥ ക്ഷേത്രം എന്നിവയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഉയർന്നത്. 1000-ഓളം സന്യാസിമാർ കഴിയുന്ന മണിറാം ചവനി അദ്ദേഹത്തിന്റെ സൃഷ്ടിയുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.